പോകാൻ നിൽക്കണം കേട്ടോ. ഇന്നലെ സ്കൂളിൽ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് മേലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഒന്ന് സ്ലിപ്പായിപ്പോയി. ചെരുപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് കണ്ട് കാലങ്ങ് ഡണ്ടൻ ആടിപ്പോയി. അപ്പോൾ അതിനൊന്ന് ഡോക്ടറെ കാണിക്കണം. ഇന്നലെ നല്ല വേദനയും നടക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയല്ലേ, ഡോക്ടർ ഉണ്ടാവില്ലല്ലോ. അപ്പം ഇന്നലെ അങ്ങ് പോകുന്നു. ഇന്ന് ഡോക്ടറെ കാണിക്കാൻ പോകട്ടോ. അപ്പോൾ പോയി വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, എന്താ ഡോക്ടർ പറയുന്നതെന്നല്ലേ നമുക്ക് അറിയാം. പ്രശ്നം നടക്കുമ്പോൾ ഒരു ബലം കിട്ടുന്നില്ല അമർത്തി ചവിട്ടാൻ കഴിയുന്നില്ല. എന്തിനാ പെൻസിൽ എന്തിനാ പറഞ്ഞാട്ടെന്നാ തരും. നമ്മളെവിടേക്ക് പോയിനെ പറഞ്ഞെടുത്ത കൂട്ടുകാർക്ക് അതിനെ കയറ്റി വെച്ചേ പറ. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ എല്ലാം കാണിച്ചു വന്നിട്ടോ. ഡോക്ടറെ കാണിച്ചു വന്നപ്പോൾ പറഞ്ഞ് ചെറിയ ചതവ്. അങ്ങനെ കാലൊന്ന് കെട്ടിക്കൂട്ടി വെച്ച് കുറച്ച് 2 ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. ഇതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതാ കാല് കെട്ടി നെബുകാൻ്റെ പണിയാണ്. ബേഗെല്ലാം വലിച്ചിടാൻ. കൂട്ടുകാരെ, നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു പോകുന്നല്ലേ, കാലൊക്കെ കെട്ടി സുഖമായിട്ട് കിടക്കാൻ. പക്ഷേ നമുക്ക് ഈ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ കിടത്തങ്ങ് വരില്ല. നല്ല റെസ്റ്റ് ഒന്നുമില്ല കേട്ടോ. റെസ്റ്റ് എടുക്കാൻ കഴിയുന്നില്ല. കാരണം ഈ നെബുകാൻ്റെ ഓട്ടം അത് കഴിഞ്ഞിട്ട് ചെറുത് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ചിനിങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓളെന്നെടുത്ത് ഇങ്ങനെ നടക്കും. അപ്പോൾ അത്രയ്ക്ക് റെസ്റ്റ് തന്നെ കിട്ടും. എന്നാലും ഇവിടെ ആകുമ്പോൾ കുറഞ്ഞൊരു ആശ്വാസം എന്ന് കരുതിയിട്ട് ഇവിടെ നിൽക്കുന്ന 2 ദിവസം. നാളെ അങ്ങോട്ട് പോകണം. അവിടെ ഓലൊറ്റയ്ക്കല്ലേ. മറ്റേ പരീക്ഷയ്ക്കാവാനായതാണ്. SLC പരീക്ഷയല്ലേ എനിക്ക് വലുതിന്. അപ്പോൾ ഗതികേടാണ്. രാവിലത്തെ കാര്യമൊക്കെ ഭയങ്കര റിസ്ക്കാണ് എനിക്ക്. എന്തായാലും ഇപ്പോൾ 2 ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ അല്ലാതാണെങ്കിൽ കുറച്ചൊക്കെ വേദന ഉണ്ടെങ്കിൽ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ബസ് കയറാനും അതിനും ഇതിനൊക്കെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെ അമർത്തി ചവിട്ടാൻ എനിക്ക് കഴിയുന്നില്ല. നമ്മൾ ഒരു കാലം അമർത്തി കുത്തിയിട്ട് മേലേക്ക് ഇങ്ങനെ ഒരു കാല് വെക്കുമല്ലോ, അതിന് കഴിയുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. ഇങ്ങനെ മടക്കുമ്പോഴും കാലിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന അതിനൊക്കെ ഒരു പ്രയാസങ്ങളില്ല പോലെ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ 2-3 ദിവസം ഇങ്ങനെ റെസ്റ്റ് എടുക്കാനും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെല്ലണം. എന്നിട്ട് വേദന കുറവില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്റേ എടുത്തിട്ട് നമുക്ക് കാണിക്കാമെന്നാണ്. പിന്നെ എന്താ അറിയുമോ, ഗവൺമെൻറ്റിൽ കാണിച്ചാലേ ഒരു കുഴപ്പം. നമ്മൾ കാണിച്ച് പോരുന്ന ഡോക്ടറൊന്നും പിന്നെ റിസൾട്ടൊക്കെ എക്സ്റേ എല്ലാം കിട്ടി ചെല്ലുമ്പോൾ വേറെ ഒരാളായിരിക്കും. അപ്പോൾ ഓര് പറഞ്ഞതും എനിക്ക് അങ്ങനെ ആ ഒരു ഇതുണ്ട് കേട്ടോ. കാണിക്കുന്ന ആളെ തന്നെ കാണിക്കണം. പിന്നെ ഇന്ന് അയാളെ അങ്ങനെ തന്നെ കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി. 12:45 അപ്പോൾ ആദ്യം എല്ലാ ആൾക്കാരും എണീറ്റ് പോയി. പിന്നെ വേറൊരു ഡോക്ടറാണ് അവിടെ ഇരിക്കണേ, അതിനെ കാണിച്ചത്. എന്തായാലും മടില്ല, ഹയറായി മാറിക്കിട്ടിയാൽ മതിയെന്നു. എന്തായാലും ഇപ്പോൾ കാല് നെരുക്കട്ടെ. ഇതിൻ്റെ മുന്നേ കുറച്ചും പിന്നെ ഈ കൈ പൊട്ടിയിട്ടുണ്ടായിന്. അത് കുളത്തിൽ കുളിക്കാൻ പോയതേന്. അവിടുന്ന് കൈ പൊട്ടി. ഇങ്ങനെ സ്ലിപ്പ് ഒന്നും ഉണ്ടായില്ല. വെറുതെ നിൽക്കുന്നിടയിൽ ഇങ്ങനെ കാലൊന്നും ഇങ്ങോട്ട് വൈകി സ്ലിപ്പായി നേരെ കയ്യാൻ കുത്തി കൊടുത്തു. വേറെ എവിടെയും കുഴപ്പമില്ല. ആ കൈയിൻ്റെ ഇവിടെ തെല്ല് പൊട്ടിന്. അപ്പോൾ ആ ഇടത്തെ ഭാഗത്ത് തന്നെ കാലിന് കേട് വന്നിട്ട് പഠിച്ചവൻ കാക്കടറപ്പേ ഓരോ ചെറിയ തട്ടിമുട്ടികളായിട്ട് ഇങ്ങോട്ട് പോവുകയാണ്. പിന്നെ എന്തായാലും നല്ല എതിർപ്പങ്ങളും സുഖമാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ. കാരണം കാലിന് വേദന ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പണിയെടുത്ത് നടക്കുന്നതല്ലേ. നമുക്കിങ്ങനെ നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇരുന്ന് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കട്ടെ. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കും തന്നെ ഒക്കെ ഈ ജലദോഷം ഒരാൾക്ക് കൊണ്ടുവരും, എല്ലാവർക്കും തരും. അങ്ങനെയൊക്കെയാണ് സംഭവം. നിച്ചുവിൻ്റെ ഇരുന്ന് അങ്ങനെ പെണ്ണിന് കിട്ടും, പെണ്ണിൻ്റെ മാറുമ്പോൾ എനിക്ക് കിട്ടും. അല്ലെങ്കിൽ നിച്ചു എനിക്ക് തരും നേരെ ഡയറക്റ്റ്. അപ്പോൾ ആ തൊണ്ടവേദന ഉണ്ടായിന്, അതെല്ലാം മാറി. ഞാൻ കുടംപുളി ഇല്ലേ, അത് നാട്ടുവൈദ്യം നല്ല സൂപ്പർ മരുന്നാണ് കേട്ടോ കുടംപുളി. നമ്മളെ കുടംപുളി നല്ലൊന്ന് കഴുകിക്കാണ്ട് ചെറിയ ഇള് മതി, വലുതൊന്നും എടുക്കണ്ട. ചെറിയ ഇള് എടുത്തിട്ട് തൊണ്ടയിൽ
അങ്ങനെ നമ്മൾ കോലുമുട്ടായി എന്നുള്ളില്ലേ അപ്പോൾ ഇങ്ങനെ മുഞ്ചി മുഞ്ചി ഇങ്ങനെ തിന്നാലും എന്താ അറിയോ അതിൻ്റെ നീര് തട്ടുമ്പോൾ 2 ദിവസം ഞാൻ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നല്ല സുഖമായി. ഇപ്പോൾ ഒരു അരിപ്പോ വേദനയോ ഒന്നുമില്ല. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടി ചെയ്തിന് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ലോണം നമ്മളിങ്ങനെ ഗാർലിക്കല്ലോ ഇങ്ങനെ കള അങ്ങനെ അതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞളിട്ട് ആവി ഒളിച്ച് ആ 3 മരുന്നും കൊണ്ടാണ് എൻ്റെ തൊണ്ടവേദന എന്ന് പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നര തൊണ്ടവേദന. അത് ഭയങ്കര കുടിനീര് ഇറക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, അത്ര വേദന ഉണ്ടായി. അത് ഇങ്ങനെ ഈ 2 ഇത് ചെയ്തതുകൊണ്ട് അങ്ങ് സുഖമായതാട്ടോ. ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ കാലും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയതല്ലേ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ചുമ അങ്ങ് വിട്ടു പോയിട്ടില്ല, ചുമ അങ്ങ് മാറിക്കിട്ടാനുണ്ട്. അപ്പോൾ അതിനൊന്നും മരുന്ന് എഴുതി തന്നിട്ട്, പക്ഷേ പണ്ടത്തെ പോലല്ല ചുമക്കിലെ മരുന്ന് കിട്ടും കരുതി ഞാൻ. ഇന്ന് ഗുളിക വെറുതെ കയറ്റുണ്ടല്ലോ എഴുതി, പക്ഷേ ചുമക്കിലെ മരുന്ന് അവിടെ ഇല്ല, ഗുളികയേ ഉള്ളൂ അവിടെ നിന്ന് കിട്ടിയ കഫക്കെട്ടിന് ഇതിനൊക്കെ. എന്തായാലും മടിയിൽ അതെല്ലാം കുടിച്ച് കാലും ചുമയൊക്കെ ഒന്ന് സുഖമാവട്ടെ. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തായാലും അല്ലേ നമ്മളെ കാല് മാറാൻ വേണ്ടി എല്ലാവരും പെട്ടെന്ന് ദുആ ചെയ്യും, പെട്ടെന്ന് മാറിക്കിട്ടാനും കാല്. കാരണം എനിക്കിങ്ങനെ മഴക്കാനൊന്നും കഴിയുന്നില്ല, ഭയങ്കര വേദന ഉണ്ട്. ഞാനിപ്പോൾ എങ്ങനെ ആലോചിച്ചെന്നാൽ ഒരു തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ടേ, എങ്ങനെ ബസ് കയറുന്നല്ല ആലോചിക്കുന്നത്. അത് ഇനി 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന, എന്താണെന്ന് അറിയില്ല. വേദന കുറവുണ്ടെങ്കിൽ തിങ്കളാഴ്ച പോകണം, അല്ലെങ്കിൽ 2 ദിവസം ലീവ് എടുക്കണം. അല്ല എന്ത് ചെയ്യാനാ. അന്നവിടെ സ്കൂളിൽ ആർട്സൊക്കെ ആയതുകൊണ്ട് ഇനിയാണെങ്കിലോ നല്ലൊരു പണി ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ കാല് റെഡിയാവും തന്നെ വേണം. ഭയങ്കരമായിട്ട് എല്ലാം പരന്ന് കിടക്കുന്ന, അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് ആർട്സിന്. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ വീഡിയോ ഇവിടെ നിർത്തേണ്ട. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.